പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, നമുക്കിന്ന് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിലെ 13 ക്വസ്റ്റ്യൻസും അവയുടെ ആൻസറും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവർക്കും സ്വാഗതം. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. സ്റ്റേറ്റ് ബോയിൽസ് ലോ ആൻഡ് ഗിവ് ഇറ്റ്സ് മാത്തമാറ്റിക്കൽ ഫോംസ്. ബോയിൽസ് ലോ പ്രസ്താവിക്കുക, അതിൻ്റെ ഗണിത സമവാക്യം എഴുതുക. The law states that at constant temperature, the volume of given mass of gas is inversely proportional to its pressure. Mathematically, V proportional to 1 by P. Okay? Therefore, V equal to a constant into 1 by P. PV equal to a constant. Ready? Therefore, P1 V1 equal to P2 V2. That is a Boyle's law's equation. റെഡി. മലയാളത്തിൽ പറഞ്ഞാൽ താപനില സ്ഥിരമായിരിക്കുമ്പോൾ നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം അതിൻ്റെ മർദ്ദത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. ഓക്കെ, രണ്ടാമത്തെ പോയിന്റിലേക്ക് വരാം. ബോയിൽസ് ലോയുടെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. ഒന്നുകിൽ വരക്കാൻ ചോദിക്കും, അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഗ്രാഫ് ബോയിൽസ് ലോയുടെ ഗ്രാഫ് ഏതാണ് എന്ന് തിരഞ്ഞെടുക്കാനായിരിക്കും ചോദിക്കുക. ഇപ്പോൾ ഇവിടെ 3 ഗ്രാഫുകൾ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം. അതിൽ പി എഗെയിൻസ്റ്റ് വി പാരാബോളിക്കായിട്ട് വന്ന് കണ്ടില്ലേ. മറ്റൊന്ന് പി എഗെയിൻസ്റ്റ് 1 by വി സ്ട്രൈറ്റ് ലൈനാണ്. മറ്റൊന്ന് പി വി എഗെയിൻസ്റ്റ് പി, അപ്പോൾ പി വി കോൺസ്റ്റൻ്റ് ആയി വരുന്നത് കണ്ടില്ലേ. ഇങ്ങനെ 3 തരം ഗ്രാഫുകളുണ്ട്. ഈ ഗ്രാഫ് നന്നായി മനസ്സിലാക്കി വെക്കുക. ഈ പാറ്റേണിന് വ്യത്യസ്തമായി വരുന്നത് ബോയിൽസ് ലോയുടെ ഗ്രാഫല്ല എന്നും കൂടെ മനസ്സിലാക്കി വെക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 3. സ്റ്റേറ്റ് ചാൾസ് ലോ ആൻഡ് ഗിവ് ഇറ്റ്സ് മാത്തമാറ്റിക്കൽ ഫോംസ്. ചാൾസ് ലോ നമുക്കൊക്കെ അറിയുന്നതാണ്. വോള്യം ഓഫ് ഗിവൺ മാസ് ഓഫ് ഗ്യാസ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. വി പ്രൊപ്പോർഷണൽ ടു ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. റെഡി. ദെർഫോർ ചാൾസ് ലോ ഇക്വേഷൻ ഈസ് V1 by T1 ഈക്വൽ ടു V2 by T2. ഇക്വേഷൻ പഠിച്ചു വെക്കണം, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിൻ്റെ മലയാളം: മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം അതിൻ്റെ കെൽവിൻ സ്കെയിലിലുള്ള താപനിലക്ക് നേരനുപാതത്തിലായിരിക്കും. ഓക്കെ, അടുത്തത് 4. ഡ്രോ ദി ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ചാൾസ് ലോ. വോളിയവും ടെമ്പറേച്ചറും വെച്ചുകൊണ്ട് ഒരു ഗ്രാഫ് വരക്കുമ്പോൾ സ്ട്രൈറ്റ് ലൈനാണ് കിട്ടുന്നത്. ആ സ്ട്രൈറ്റ് ലൈനിനെ നമ്മൾ വലിച്ചു നീട്ടി ഇങ്ങോട്ട് ടച്ച് ചെയ്യിപ്പിച്ചാൽ എക്സ് ആക്സസിൽ -273.15 ഡിഗ്രി സെൽഷ്യസ് എന്ന പോയിന്റിൽ വന്നിട്ട് ആ ഗ്രാഫ് ടച്ച് ചെയ്യും. ഓക്കെ, ആ ടച്ച് ചെയ്യുന്ന പോയിന്റിനെ ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചറായിട്ട് നമുക്ക് പറയാം. ആ ടെമ്പറേച്ചറിനൊരു പേരുണ്ട്, ആബ്സല്യൂട്ട് സീറോ. ആബ്സല്യൂട്ട് സീറോ. വാട്ട് ഈസ് ആബ്സല്യൂട്ട് സീറോ? ആബ്സല്യൂട്ട് സീറോ ഈസ് ദി ലോവസ്റ്റ് ടെമ്പറേച്ചർ അറ്റ് വിച്ച് വോളിയം ഓഫ് ഗ്യാസ് ബിക്കം സീറോ. റെഡി. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചറാണ് ആബ്സല്യൂട്ട് സീറോ. ഇങ്ങനെ കെൽവിൻ സ്കെയിലിൽ ടെമ്പറേച്ചർ പ്രസ്താവിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്നും പറയും. ഓർത്തിരിക്കണം. ഈ പറഞ്ഞ കാര്യം വളരെയധികം ശ്രദ്ധിക്കണം. അടുത്തതാണ് 5th പോയിന്റ്. സ്റ്റേറ്റ് അവോഗാഡ്രോസ് ലോ ആൻഡ് ഗിവ് ഇറ്റ്സ് മാത്തമാറ്റിക്കൽ ഫോം. അവോഗാഡ്രോസ് ലോ, ദാറ്റ് ഈസ് വി പ്രൊപ്പോർഷണൽ ടു എൻ. അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. അതായത് വോളിയം ഓഫ് ഗ്യാസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ്. റെഡി. അതിൻ്റെ മാത്തമാറ്റിക്കൽ ഫോമാണ് വി പ്രൊപ്പോർഷണൽ ടു എൻ എന്നുള്ളതിന് നമുക്ക് ഇങ്ങനെ എഴുതാം: വി ബൈ എൻ ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ദാറ്റ് ഈസ് V1 by N1 ഈക്വൽ ടു V2 by N2. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 6. ഡിറൈവ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഒരിക്കലും മറന്നു പോകരുത്, ചെയ്ത് പഠിക്കണം. ബോയിൽസ് ലോയിൽ നമുക്കറിയാം വി പ്രൊപ്പോർഷണൽ ടു 1 by P ആണ്. ചാൾസ് ലോ വി പ്രൊപ്പോർഷണൽ ടു T ആണ്. അവോഗാഡ്രോസ് ലോ വി പ്രൊപ്പോർഷണൽ ടു N ആണ്. ഓക്കെ, ഈ 3 ലോയും കൂടെ കൂട്ടുക, കമ്പൈനിങ് ദി എബവ് 3 ലോസ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം: വി പ്രൊപ്പോർഷണൽ ടു NT by P എന്ന് എഴുതാം. ദാറ്റ് ഈസ് വി ഈക്വൽ ടു ഒരു കോൺസ്റ്റൻറ്റ് കൊടുക്കണം. ആ കോൺസ്റ്റൻ്റാണ് R. അപ്പോൾ RNT by P. ആ പിയെ ഈക്വൽ ടുൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു.
Therefore, that become PV. PV equal to nRT. Here, R is universal gas constant. മലയാളത്തിൽ വേണമെങ്കിൽ നമുക്കിതൊന്ന് വിശദീകരിക്കാം. നോക്കുക, നോട്ട്. എല്ലാ സാഹചര്യത്തിലും ബോയിൽ നിയമം, ചാൾസ് നിയമം, അവഗാഡ്രോ നിയമം എന്നിവ അനുസരിക്കുന്ന വാതകമാണ് ഐഡിയൽ ഗ്യാസ്. ബോയിൽ നിയമപ്രകാരം V പ്രപ്പോർഷണൽ ടു 1/P, ചാൾസ് നിയമപ്രകാരം V പ്രപ്പോർഷണൽ ടു T, അവഗാഡ്രോ നിയമപ്രകാരം V പ്രപ്പോർഷണൽ ടു N. മൂന്ന് നിയമങ്ങളും യോജിപ്പിച്ചാൽ V പ്രപ്പോർഷണൽ ടു NT/P. From this we get PV equal to nRT. What is R? Universal gas constant. Question number 7. Combined gas equation എഴുതുക എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എഴുതേണ്ടതാണ് പറയുന്നത്. P1 V1 by T1 equal to P2 V2 by T2. ഇതാണ് കമ്പൈൻഡ് ഗ്യാസ് ലോ അല്ലെങ്കിൽ കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ വളരെ പ്രധാനപ്പെട്ടതാണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ പോസ്റ്റുലേറ്റ്സ് ഓഫ് കൈനറ്റിക് മോളിക്കുലാർ തിയറി. ഗതിക സിദ്ധാന്തത്തിൻ്റെ പോസ്റ്റുലേറ്റ്സ് പറയുക. 1. ഓൾ ഗ്യാസസ് ആർ മെയ്ഡ് അപ്പ് വിത്ത് എക്സ്ട്രീംലി സ്മോൾ പാർട്ടിക്കിൾ കോൾഡ് മോളിക്യൂൾസ്. എല്ലാ വാതകങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ ചെറിയ കണികകളെ കൊണ്ടാണ്. ഇവയെ മോളിക്യൂൾ എന്ന് വിളിക്കുന്നു. 2. മോളിക്യൂൾസ് ആർ സെപ്പറേറ്റഡ് ബൈ ലാർജ് ഡിസ്റ്റൻസ്. Therefore, there is no attractive force between gas molecule. വാതക തന്മാത്രകൾ വളരെ അകലത്തിലായതിനാൽ ഗ്യാസ് തന്മാത്രകൾ തമ്മിൽ ആകർഷണ ബലമില്ല. 3. വോളിയം ഓഫ് ഗ്യാസ് മോളിക്യൂൾ ഈസ് നെഗ്ലിജിബിൾ ആസ് കമ്പയർഡ് ടു ദി ടോട്ടൽ വോളിയം ഓഫ് ദി ഗ്യാസ്. ഗ്യാസിൻ്റെ മൊത്തം വോളിയവുമായി താരതമ്യം ചെയ്യുമ്പോൾ വാതക തന്മാത്രയുടെ വ്യാപ്തം അവഗണിക്കാം. റെഡി? ഇതാണ്. ഇതിൽ 2 പോയിൻ്റ് പഠിച്ചു വെക്കണം. അതിൽ രണ്ടാമത്തെ 2 പോയിൻ്റാണ് പഠിച്ചു വെക്കുന്നതെങ്കിൽ 2 ഗുണമുണ്ട്. നമുക്ക് മറ്റൊരു ചോദ്യത്തിന് ഉത്തരം കൂടെ എഴുതാൻ പറ്റും. അപ്പോൾ നിങ്ങൾ 3 പഠിക്കുക. പറ്റൂലെങ്കിൽ അതിലെ 2, 3 പോയിൻ്റുകൾ പഠിച്ചു വെക്കുക. റെഡി? നെക്സ്റ്റ് പോയിൻ്റ് 9th one. വാട്ട് ഈസ് കംപ്രസിബിലിറ്റി ഫാക്ടർ? കംപ്രസിബിലിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഐഡിയൽ ഗ്യാസിന് ആ വാല്യൂ എത്രയായിരിക്കും? കംപ്രസിബിലിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ PV/nRT ആണ്. കംപ്രസിബിലിറ്റി ഫാക്ടറിൻ്റെ സിമ്പലാണ് Z. Z ഈക്വൽ ടു PV/nRT. ഇത് ഐഡിയൽ ഗ്യാസിന് Z ഈക്വൽ ടു 1 ആയിരിക്കും. അതായത് കംപ്രസിബിലിറ്റി ഫാക്ടർ 1 ആയിരിക്കും. ഐഡിയൽ ഗ്യാസ് അല്ലാത്ത ഗ്യാസുകൾ ഏതാണ്? റിയൽ ഗ്യാസ് എന്നാണ് പറയുക. റിയൽ ഗ്യാസിൻ്റെ Z, അതായത് കംപ്രസിബിലിറ്റി ഫാക്ടർ, ചിലപ്പോൾ 1നേക്കാൾ കൂടുതലോ ചിലപ്പോൾ 1നേക്കാൾ കുറവോ ചില സമയത്ത് 1 ആകാവുന്നതാണ്. റെഡി? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണേ. 10ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് കണ്ടീഷൻ റിയൽ ഗ്യാസസ് ഷോ ഐഡിയൽ ബിഹേവിയർ? റിയൽ ഗ്യാസ് നമ്മൾ സാധാരണ കാണുന്ന ഗ്യാസുകൾ, ആ ഗ്യാസുകൾ ഐഡിയൽ ഗ്യാസിൻ്റെ സ്വഭാവം കാണിക്കുന്നത് ഏത് കണ്ടീഷനിലാണ്? അതാണ് കൊടുത്തത്. അറ്റ് ലോ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ. ലോ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലുമാണ് റിയൽ ഗ്യാസ് ഐഡിയൽ ബിഹേവിയർ കാണിക്കുക. താഴ്ന്ന മർദ്ദത്തിലും ഉയർന്ന താപനിലയിലും. പഠിച്ചു വെക്കണം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 11ാമത്തെ ക്വസ്റ്റ്യൻ. വൈ ഡു റിയൽ ഗ്യാസസ് ഡീവിയേറ്റ് ഫ്രം ഐഡിയൽ ബിഹേവിയർ? എന്തുകൊണ്ടാണ് റിയൽ ഗ്യാസ് ഐഡിയൽ ബിഹേവിയറിൽ നിന്ന് വ്യതിചലിക്കാൻ കാരണം? അതായത് ആദർശവാതകങ്ങളുടെ സ്വഭാവം യഥാർത്ഥ വാതകങ്ങൾ കാണിക്കാത്തതിന് കാരണമെന്ത്? അതിൻ്റെ ഉത്തരം എന്താണെന്നറിയോ? കൈനറ്റിക് തിയറിയിലെ, അതായത് ഗതിക സിദ്ധാന്തത്തിലെ 2 തെറ്റായ നിഗമനങ്ങളാണ് അതിന് കാരണം. 2 അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നതാ, ദർ ഈസ് നോ അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾ. വാതക തന്മാത്രകൾ തമ്മിൽ ആകർഷണ ബലമില്ല. 2. വോളിയം ഓഫ് ഗ്യാസ് മോളിക്യൂൾ ഈസ് നെഗ്ലിജിബിൾ ആസ് കമ്പയർഡ് ടു ദി ടോട്ടൽ വോളിയം ഓഫ് ദി ഗ്യാസ്. കണ്ടോ നിങ്ങൾ? കൈനറ്റിക് തിയറിയിൽ ആകെ 3 പോയിൻ്റാണ് ഞാൻ പറഞ്ഞിരുന്നത്. അതിൽ 2, 3 പോയിൻ്റുകൾ തെറ്റായ അസംഷൻസാണ്. ആ 2 തെറ്റായ അസംഷൻസാണ് എന്തിന് കാരണം? റിയൽ ഗ്യാസ് ഐഡിയൽ ബിഹേവിയറിൽ നിന്ന് വ്യതിചലിക്കാനുള്ള കാരണം. ഓക്കെ?
അപ്പോൾ ഒരു വെടിക്ക് 2 പക്ഷിയാണ്. കൈനറ്റിക് തിയറി പഠിച്ചു വെച്ചാൽ അത് വെച്ചുകൊണ്ട് ഈ 11ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതാൻ പറ്റുമെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, അതിൻ്റെ മലയാളത്തിലുള്ള വിശദീകരണം അതവിടെ കൊടുത്തിരിക്കുന്നു. സ്ക്രീനിലേക്ക് നോക്കുക, ഞാൻ ഇനി വായിക്കണില്ല. ഓക്കെ, 12ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. വാട്ട് ഈസ് ബോയിൽ ടെമ്പറേച്ചർ ഓർ ബോയിൽ പോയിൻറ്റ്? The temperature at which real gas behave like an ideal gas over an appreciable range of pressure is called boil temperature. ഗണ്യമായ മർദ്ദപരിധിയിൽ യഥാർത്ഥ വാതകം ഐഡിയൽ വാതകത്തെ പോലെ പെരുമാറുന്ന താപനിലയാണ് ബോയിൽ ടെമ്പറേച്ചർ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ റിയൽ ഗ്യാസ് ഐഡിയൽ ബിഹേവിയർ കാണിക്കുന്ന സമയത്തുള്ള ടെമ്പറേച്ചറിനെയാണ് എന്ത് പറയുക? ബോയിൽ ടെമ്പറേച്ചർ എന്ന് പറയുക. അങ്ങനെയെങ്കിലും പഠിച്ചു വെക്കുക. സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന ഈ ചാപ്റ്ററിലെ അവസാനത്തെ പോയിൻ്റ് 13ാമത്തെ പോയിൻ്റ് പറയാൻ പോവുകയാണ്. നന്നായി ശ്രദ്ധിക്കണം. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. റൈറ്റ് വാൻ ഡെർ വാൾസ് ഇക്വേഷൻ. ഇതിന് വേറെ പേരാണ് മോഡിഫൈഡ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഇതിന് വേറെ പേരിലും അറിയപ്പെടും വാൻ ഡെർ വാൾസ് ഇക്വേഷൻ ഫോർ റിയൽ ഗ്യാസ്. ആൻഡ് എക്സ്പ്ലെയിൻ ഈച്ച് ടേം. വാൻ ഡെർ വാൾസ് ഇക്വേഷൻ എഴുതുക, എന്നിട്ട് അതിലെ ഓരോ ടേമും വിശദീകരിക്കുക. വളരെ കൃത്യമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. പി പ്ലസ് എൻ സ്ക്വയർ എ ബൈ വി സ്ക്വയർ ഇൻറ്റു വി മൈനസ് എൻ ബി ഈക്വൽ ടു എൻ ആർ ടി. ഒരു 5 പ്രാവശ്യം എൻ്റെ മക്കളെ ഇത് കേൾക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ പേപ്പറിൽ അങ്ങോട്ട് എഴുതി നോക്കി. പി പ്ലസ് എൻ സ്ക്വയർ എ ബൈ വി സ്ക്വയർ ഇൻറ്റു വി മൈനസ് എൻ ബി ഈക്വൽ ടു എൻ ആർ ടി. പി എന്താണ്? പ്രഷർ. വി എന്താണ്? വോള്യം. എൻ സ്ക്വയർ എ ബൈ വി സ്ക്വയർ എന്താണ്? പ്രഷർ കറക്ഷൻ. എൻ ബി വോള്യം കറക്ഷൻ. എ ആൻഡ് ബി വാൻ ഡെർ വാൾസ് കോൺസ്റ്റൻറ്റ് വിച്ച് ഡിപ്പെൻഡ് ഓൺ നേച്ചർ ഓഫ് ഗ്യാസ്. അത് വാതകത്തിൻ്റെ സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കുന്നു, എയും ബിയും ഒക്കെ. റെഡി? അപ്പോൾ വളരെ പ്രാധാന്യത്തോടു കൂടെ ഈ പോയിൻ്റ് പഠിച്ചു വെക്കണം. 13 പോയിൻ്റാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് പറഞ്ഞത്. ഫോക്കസ് പോയിൻ്റിലെ ഈ 13 പോയിൻറ്റും പഠിച്ചാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് 8 മാർക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് 8 മാർക്ക് ലഭിക്കും. അപ്പോൾ അതിന് നിങ്ങൾ ഈ 13 പോയിൻ്റ് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, ശരി, താങ്ക് യു.